ആഗോള തീവ്രവാദികളുടെ പേടിസ്വപ്നമായ ഡൊണാൾഡ് ട്രംപ് എന്ന ആന്റി ടെററിസ്റ്റ് ഭരണാധികാരി അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നത് ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഒരു ഘട്ടം അതിന്റെ പാരമ്യതയിൽ എത്തിയപ്പോഴായിരുന്നു. ബന്ദിമോചനത്തിന്റെ കാര്യത്തിൽ ഇനിയും ഉദാസീനത കാട്ടിയാൽ ഹമാസിനുണ്ടാകാൻ പോകുന്നത് സർവനാശമായിരിക്കുമെന്ന് രണ്ടുവട്ടം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ തന്നെ നേതൃത്വത്തിൽ പുറകെ നിലവിൽ വന്ന വെടിനിർത്തൽ ഫോർമുല ഹമാസ് അടക്കമുള്ള തീവ്രവാദി കൂട്ടങ്ങളുടെ അന്ത്യം ആഗ്രഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ പരാജയപ്പെട്ടെന്നും പിന്മാറിയെന്നുമൊക്കെ ഭീകരമാനസന്മാരെ പ്രേരിപ്പിച്ചതും അതേ വെടിനിർത്തൽ ഫോർമുല തന്നെയായിരുന്നു. എന്നാൽ ഒന്നും ആലോചിക്കാതെ ട്രംപും നെതന്യാഹുവും അത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയില്ലെന്ന സൂചനകളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ഹമാസിനെ കത്തിച്ച് ചാമ്പലാക്കുവാൻ ഉറപ്പിച്ച് ട്രംപും പിന്നാലെ നെതന്യാഹുവും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അടി കൊടുക്കുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് മര്യാദയായതിനാൽ ആ മാനുഷിക പരിഗണന വെച്ച് വരുന്ന ശനിയാഴ്ച വരെ ഹമാസിന് സമയം നൽകിക്കൊണ്ട് ശക്തമായ നീക്കവുമായിട്ടാണ് ട്രംപ് നെതന്യാഹു ദ്വയങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഗാസ ഏറ്റെടുക്കാനുള്ള കൃത്യമായ ഫോർമുലകളുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഗാസയിലെ ഭൂമി തുരന്ന് അവിടെ ചോരക്കൊതിയും ആയുധ പരിശീലനങ്ങളുമായി തുടരാൻ ഇനി ഒരു കാരണവശാലും ഹമാസിനെ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ്. അതിന്റെ പിന്നാലെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ശേഷിക്കുന്ന ബന്ദികളെ മുഴുവനും ഇസ്രായേലിലെത്തിക്കണമെന്നും ഇല്ലെങ്കിൽ എല്ലാ നരകങ്ങളും ഒന്നിച്ച് ഗാസയിൽ കത്തുമെന്നുമുള്ള അതീവ നിർണായകമായ മുന്നറിയിപ്പ് ട്രംപ് ഹമാസിന് കൊടുത്തത്. താൻ പറയുന്നത് വെടിനിർത്തൽ കരാർ വേഗത്തിൽ റദ്ദാക്കണമെന്നും നരകങ്ങൾ ഗാസയിൽ പൊട്ടിത്തെറിക്കണമെന്നുമായിരുന്നു എന്നാണ് തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത്. ഒടുവിൽ ഹമാസ് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ പുരുഷന്മാരുടെ ശാരീരിക സ്ഥിതികൾ കണ്ട് ഹൃദയം തകർന്നതും ഉഗ്രമായ തീരുമാനമെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തൊക്കെയായാലും ഇത്ര കാലവും പറഞ്ഞതുപോലെയല്ല ഇനിയുള്ള കാര്യങ്ങളെന്നും ശനിയാഴ്ച ഉച്ച 12 മണി എന്ന സമയം അതിക്രമിച്ചാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയാമെന്നും ഉറപ്പിച്ചുള്ള ട്രംപിന്റെ ശരീരഭാഷ ലോകമാസകലമുള്ള കിൻഡർഗാർട്ടൻ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായിട്ടും ഹമാസന്മാർക്ക് മാത്രം മനസ്സിലായില്ല എന്നതാണ് അവരുടെ ബൗദ്ധിക നിലവാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതിന്റെ വ്യക്തമായ തെളിവാണ് ഭീഷണിയുടെ ഭാഷയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും അത് കാര്യങ്ങൾ സങ്കീർണമാക്കുകയുള്ളൂവെന്നും പ്രസ്താവിച്ചുകൊണ്ട് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി രംഗത്ത് വന്നത്. വിവേകവും നല്ല ബുദ്ധിയുമെല്ലാം മതതീവ്രവാദത്തിന് കീഴിൽ അടിയറവെച്ച ഹമാസന്മാർ മുൻപ് തല്ലുകൊള്ളികൾ കാട്ടുന്ന സ്ഥിരം ചേഷ്ടകൾ പോലെ അത് ചിരിച്ചു തള്ളുകയും ചെയ്തു. ശേഷം കാര്യങ്ങൾ അവർ നേരിട്ട് അനുഭവിക്കുക തന്നെ. ഏതായാലും ട്രംപിന് പിന്നാലെ ശനിയാഴ്ച എന്ന മൈൽ സ്റ്റോണിലേക്ക് കാര്യങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ കട്ടക്കലിപ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഹമാസ് തടവറയിൽ നിന്ന് മോചിതരായ 3 ബന്ദികളുടെ ഞെട്ടിക്കുന്ന ശാരീരികാവസ്ഥയിൽ ഇസ്രായേൽ മുഴുവൻ കട്ടക്കലിപ്പിലാണ്. എല്ലാ ജൂതന്മാരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ കൂടടക്കം ചാമ്പലാക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ശനിയാഴ്ച വരെയുള്ള സമയമാണ് ഇസ്രായേലും ഹമാസിന് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ച ഹമാസിനെതിരെ ശക്തമായ നീക്കവുമായി ഇസ്രായേൽ സേന ഗാസയിലെ പോയിന്റുകളിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം US സേനയും ഗാസ മുനമ്പിൽ അണിനിരന്നു കഴിഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബാക്കിയുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും തിരിച്ചയക്കാനുള്ള അന്ത്യശാസനം ഹമാസ് പാലിച്ചില്ലെങ്കിൽ ഗാസ കീഴടക്കി അതിലെ പൗരന്മാരെ നീക്കം ചെയ്യാനുമുള്ള ഉത്തരവിനാണ് ഇസ്രായേൽ കാതോർത്തിരുന്നതെന്ന് ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് വ്യക്തമാക്കി. അടിയന്തര സുരക്ഷാ ക്യാബിനറ്റിന് ശേഷം ആ കാര്യത്തിന് നെതന്യാഹു അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് അവസാനത്തെ പോരാട്ടമായിരിക്കുമെന്നും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ IDF തീവ്രമായ ഈ പോരാട്ടം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ശനിയാഴ്ച ഉച്ചയോടെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കും ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിപ്ലവ വീക്ഷണത്തിനും ഇസ്രായേൽ ക്യാബിനറ്റ് അംഗങ്ങളുടെ ശക്തമായ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഹമാസും ഇസ്രായേലും തമ്മിൽ 5 റൗണ്ട് ബന്ദി കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 ആഴ്ച നീണ്ടുനിന്ന ലേറ്റസ്റ്റ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് 33 ഇസ്രായേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കേണ്ടത്. ഒരു അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ 16 ഇസ്രായേലി ബന്ദികളെ ജനുവരി 19 മുതൽ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ 33 പേരിൽ 8 പേരെങ്കിലും മരിച്ചു എന്നാണ് നിഗമനം. ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മാർച്ച് 3-നകം മോചിപ്പിക്കപ്പെടേണ്ട ഒരു അമേരിക്കക്കാരൻ ഉൾപ്പെടെ 9 പുരുഷബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട്. വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗാസയിൽ ഇപ്പോഴും വേറെ 56 പുരുഷബന്ദികൾ കൂടി പര്യവശേഷിക്കുന്നുണ്ട്. അതിൽ 26 പേരും മരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്.
ഗാസ നരകമായി പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തേക്കാം. പക്ഷേ ഹമാസിന് ശനിയാഴ്ച 12 മണി വരെ മാത്രം സമയമുണ്ട്. ഹമാസിന് നല്ല ബുദ്ധിയുണ്ടാകാൻ കേരളത്തിലെ ഹമാസ് മാനസന്മാരും പ്രാർത്ഥിക്കട്ടെ. അല്ലെങ്കിൽ ഹമാസിന് അന്തിമോപചാരം അർപ്പിക്കാനായിരിക്കും അവരുടെ വിധി.